എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കൊന്നിയിലുള്ളത്. യൂട്യൂബിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ, പിന്നെ കൊന്നിയെന്നില്ല ആദ്യത്തെ വീഡിയോ കാരണം 3 ലാംഗ്വേജ് മിക്സ് ആയിട്ട് വരികയാണ്. തുർക്കിഷ്, ഇംഗ്ലീഷ്, മലയാളം. ഇടയ്ക്കൊന്നും ഇങ്ങനെ പാടാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. ഫസ്റ്റ് വീഡിയോ അല്ലേ. കൊന്നിയ സിറ്റിയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മൗലാന ജലാലുദ്ദീൻ റൂമിൻ്റെ ഈ ശവകുടീരത്തിൻ്റെ അടുത്താണുള്ളത്. ഇപ്പോൾ April 10 ഒരു ചിൽഡ്രൻസ് ഡേ ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഭയങ്കര കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. കുറേ പോലീസും കുറേ അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട്. ആകെ പോലീസാണ് ഇവിടെ. കണ്ടാ തുർക്കിഷ് മെയ്ഡാണ് തോന്നുന്നത്. തുർക്കി ഈ ഒരു വിഷയത്തിൽ ഭയങ്കര സെറ്റപ്പാണ് ഇപ്പോൾ. അല്ല, പോലീസുകാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണുണ്ടാവും. മൗലാന റൂമിൻ്റെ ശവകുടീരം ഈ ഭാഗത്താണ് വരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഗ്യാതറിങ് പോയിൻറ്റും കൂടിയാണ് ഈ പള്ളീൻ്റെ അടുത്തായിട്ട്. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളത്തിലൊരു വ്ളോഗ് എടുക്കാം, പിന്നെ ഇവിടെ ഒന്ന് സിയാറത്തൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. ബാംഗ്ലൂർ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കുറേ വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം ഞാൻ തുർക്കിയിൽ ഇപ്പോൾ വരികയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ പഠിച്ചു പോയതാണ്. അപ്പോൾ 5 വർഷത്തിന് ശേഷം വന്നപ്പോഴുള്ള മാറ്റങ്ങൾ അതൊക്കെ ഇങ്ങനെ വഴി കൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ നിരീക്ഷിച്ച് പോവുകയാണ്. അപ്പോഴാണ് ഈ സംഭവം കണ്ടത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്. പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടെ. ഒരു മാർച്ച് ഒക്കെ നടക്കുന്ന പോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഇവിടെ ഏതോ മിനിസ്റ്ററൊക്കെ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ കേട്ട് പോയാൽ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട് അവിടെ. കുട്ടികളുടെ പാട്ട് പാടാം. തുർക്കികളെ അവരെ എന്താണ് കൊടിയോടും അവരുടെ നാടിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു കൊടുക്കാറ്. ഈ കുട്ടികളൊക്കെ കയ്യിൽ ഈ കൊടി നോക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വീടിൻ്റെ മുന്നിലൊക്കെ ഓരോ കൊടി കാണാം. ഭയങ്കര ഒരു സെൻസിറ്റീവായിട്ടുള്ള കാര്യം കൂടിയാണ് അവർക്ക് ഈ കൊടി, അവരുടെ രാജ്യം, അതിനുള്ള സ്നേഹം. ഇവിടുത്തെ അധ്യാപകന്മാരിങ്ങനെ ഈ സ്പെഷ്യൽ ഡേയിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ച് ഭയങ്കര സെറ്റപ്പിൽ നിൽക്കേണ്ടവർ. ഏതായാലും നമ്മളിതിങ്ങനെ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഡേ ആണ് ഇവിടെ നടന്നത്. അവരെ നമ്മളെ ഇതുണ്ടാവുമല്ലോ, എന്താണ് അതിന് പറയുന്നത്, ചിൽഡ്രൻസ് ഡേ. ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വന്ന് കണ്ട് ഇവിടെ അങ്ങനെ ഒന്നുണ്ടാക്കും. ഇന്നിപ്പോൾ 8 ഡിഗ്രി, എന്നാൽ രാത്രി മഞ്ഞൊക്കെ പെയ്തു. ചില വണ്ടീൻ്റെ മേലെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒന്നുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, മോനെ കൈ ഇങ്ങനെ ഫ്രീസായി പോകും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതൊക്കെ. കൂടെ കുറേ മലയാളി സുഹൃത്തുക്കളുണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങളൊരു 8 മലയാളികളുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. ഞാൻ നജ്മുദ്ദീൻ അറബിക്കാൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. ഞാൻ അപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒന്ന് പോയി നമ്മളെ പഴയ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോരുകയാണ്. ഇപ്പോൾ റൂമിനൊന്ന് കാണാൻ പോവാം. പിന്നെ ഇത് സുൽത്താൻ സലീം ജാമി എന്ന് പറഞ്ഞാൽ തുർക്കിഷിൽ പള്ളി നടന്നത്. അപ്പോൾ 1570 ഉണ്ടാക്കിയൊരു പള്ളിയാണ്. ഭയങ്കര ഓൾഡ് സിറ്റിയാണ് കൊന്യ. ഈ സെൽജുക്ക് എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ സിറ്റിയാണ്. ഭയങ്കര മനോഹരമായിട്ടുള്ള സിറ്റിയും കൂടിയാണ്. കാരണം ഒതൻറ്റിക് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ ഇവിടുത്തെ വീടുണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സ്, ഈ സിറ്റി ടൂറിസ്റ്റുകൾ കറങ്ങുന്ന സ്ഥലത്തൊന്നും ഇവർ അനാവശ്യമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞാൻ വരുന്ന മുമ്പ്, ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഞാനിവിടെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക, ഈ സിറ്റിക്ക് യോജിക്കാത്തൊരു എന്നാലും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അത് ഇവർ യോജിക്കണില്ല എന്ന് കണ്ടപ്പോൾ അവരിത് കംപ്ലീറ്റ് ബിൽഡിങ്സ് പൊളിച്ചിങ്ങാണ്ട് ഇപ്പോൾ പുതിയത് കയറ്റിയതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിലൂടെ സംഭവിച്ച മാറ്റങ്ങളാണ്. പിന്നെ ഈ ഏരിയകൾ ഇപ്പം പഴയ പോലെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ പൊളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വരുമ്പോൾ ഇതേപോലെയായിരുന്നു ഈ ഭാഗം. ഇവിടുത്തെ ഭാഗം കണ്ടില്ലേ, ഇതേപോലെയായിരുന്നു ഈ ഭാഗവും ഉണ്ടായത്. പക്ഷേ അവരതൊക്കെ പൊളിച്ചതായി. ഇസ്താംബൂളെ പോലെ തന്നെ ഇവിടെ ഇതേമാതിരി പൂച്ച ഭയങ്കര സംഭവമാണ്. എല്ലാ സ്ഥലത്തും പൂച്ച ഉണ്ടാവും. പിന്നെ ഈ മ്യൂസിയത്തിൽ ഫ്രീ ആയിട്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുള്ളൂ. ടൂറിസ്റ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ പഴയ പോലെ ഇവിടുത്തെ റെസിഡൻഷ്യൽ കാർഡ് ഇല്ലാത്ത ആളല്ലേ. അപ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യൂല, ഫ്രീ എൻട്രി തരൂല. ഏതായാലും പോയി നോക്കാം. ഞാനിവിടെ
ഇവിടെ ഇതേമാതിരി എന്താണ് നമ്മളെ ഈ പള്ളിത്തോടുണ്ടല്ലോ ഖബർസ്ഥാൻ, ഇവിടുത്തെ ഖബർസ്ഥാനാണ് ഇവിടെ, ഇതിന് നേരെ ഓപ്പോസിറ്റ്. അവിടേക്ക് ഇതൊരു എന്താണ് നമുക്ക് ഇരുന്ന് സംസാരിക്കാനും പിന്നെ ഈ ഖബർ സിയാറത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര സംഭവത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മേലെ ഇവിടേക്ക് പറക്കുന്നുണ്ട് സാധനങ്ങൾ. ഇവർ ഈ തുർക്കികളായതുകൊണ്ടേ എല്ലാ സ്ഥലത്തും എന്താണ് ഫ്ലൈറ്റും ഹെലികോപ്റ്റേഴ്സും പിന്നെ ഈ വാർ ജെറ്റുകളൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ടൊക്കെയുള്ള കളിയാണ് ഇവർക്ക്. അപ്പോണ് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ റൂട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഇതില്ലേ, ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, ഏറ്റവും നീളം കൂടിയ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ട്രാം സഞ്ചരിക്കുന്ന റൂട്ടാണ്. അവിടുന്ന് കുറച്ചൊരു 1 കിലോമീറ്ററോളം ഇതില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇത് ഇലക്ട്രിസിറ്റിയിലാണ് ഈ ട്രാം വൈസൊക്കെ വർക്ക് ചെയ്യുന്നത്, നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യണ ട്രാം ഇവിടെ മുതൽ പിന്നെ ആ ഭാഗം വരെ എന്ത് ചെയ്യും, ബാറ്ററി ഉപയോഗിച്ചാൽ പോവുക. നമുക്ക് അപ്പുറത്ത് കിടക്കണം. ശരിക്കും ഇവിടെ എന്ത് ചെയ്താൽ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. പിന്നെ ആ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില ആൾക്കാർ എന്ത് വണ്ടി നിർത്തുന്നില്ല. സാധാരണ ഇഷ്ടംപോലൊക്കെ നമ്മൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഒറ്റ നിൽക്കലേക്കാണ്. ഭയങ്കര സ്നേഹമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിൽ. ഞാനിപ്പോൾ എൻ്റെ തുർക്കി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കണത്. ഞാൻ ഓൻ്റെ വാപ്പിയും ഞാനും ഓൻ്റെ അമ്മയും ഒക്കെ ഉണ്ട് വീട്ടിൽ. പിന്നെ ഓന് കല്യാണം കഴിച്ചപ്പോൾ വേറെ പോയി. 5 വർഷം കൊണ്ട് ഓൻ്റെ കല്യാണം കഴിഞ്ഞ് ഓനൊരു കുട്ടിയായി. ഞാനിപ്പോൾ ഇതിലിങ്ങനെ തെണ്ടി കിടക്കുക. ഇതാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. ഇവരെന്താ പറയുക, തിരിഞ്ഞ് ഇറങ്ങൂല. അതുകൊണ്ടാണ് ഈ ബാക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കണം അങ്ങനെ ബാക്ക് തിരിഞ്ഞ് നടക്കാതെ നേരെ തിരിഞ്ഞ് നടക്കണം. ഇതിവിടുത്തെ ഒരു പാർക്ക് പോലെ ആണ്. ഇവിടുത്തെ ആൾക്കാർ ഇപ്പം ഞങ്ങളെ കല്ലാമ്പുഴത്തെ പള്ളിത്തൊടിയിലൊക്കെ പോയാൽ വൈകുന്നേരമായ പേടിയാവും. ഇവിടെ അങ്ങനെ വൈകുന്നേരമായ ലൈറ്റൊക്കെ വന്ന് ഭയങ്കര സെറ്റപ്പോൾ ഏത് സമയത്ത് നമ്മൾ പള്ളിത്തോട് പോയി പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ പോരാം. പിന്നെ ഇവിടുത്തെ ഇത് കുറച്ചൊക്കെ കെട്ടിപ്പൊന്തിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാവും. പിന്നെ മാർബിൾസൊക്കെ വെച്ചുകൊണ്ട് പുതിയതൊക്കെ വൻ സെറ്റപ്പിലാക്കണം. അപ്പോൾ അവിടെ 2024 മരിച്ച ഒരാളെ ഖബർസ്ഥാനുണ്ട്. ഇതാ ഈ കാണുന്ന സാധനം. ഈ ഖബർസ്ഥാനിൽ നോക്കിയാൽ 2024 മരിച്ച അദ്നാൻ എർജാൻ, അഹമ്മദ് എർജാൻ എന്ന 2 ആൾക്കാർ ഖബർസ്ഥാൻ അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ മാർബിൾസും സെറ്റപ്പ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നാട്ടിലെ പോലെയല്ല, ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ ചിലവാണ്. ഞാൻ ചില ഈ ഇതാണല്ലോ ഫ്യൂണറൽനൊക്കെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഭയങ്കര എക്സ്പെൻസീവാണ്. ഇങ്ങനത്തെ കല്ല് മാർബിൾസൊക്കെയാണതേ, ചില്ലറ പരിപാടിയല്ല. അങ്ങനെ വയസ്സായ ആൾക്കാർ ഇങ്ങനെ സിയാറത്തൊക്കെ വരും. ഞാനും ഇതേമാതിരി ഇടയ്ക്ക് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇതുണ്ട്. ഇതേമാതിരി വേറെ സ്ഥലം കൂടി ഉണ്ട്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ പോയാൽ അവിടെ അതേപോലെ അങ്ങനെ വന്നിരിക്കുക. നല്ല വൈബാണ് അവിടെ. മരിച്ച ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംവദിക്കുക, അതിൻ്റെ പരിപാടി. പിന്നെ കൊന്യ എന്ന് പറഞ്ഞാൽ സൂഫിസം സിറ്റിയും കൂടിയാണ്, സൂഫിസത്തിൻ്റെ ക്യാപിറ്റലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല കാര്യങ്ങൾക്കും ആ സൂഫി ടച്ചാളുണ്ടാവും. ഇവിടെ കണ്ടോ, ഇതിവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട ആളെ ഇതാണ് ഗ്രേവിയാർഡാണ്, ഖബറാണ്. അതുകൊണ്ടാണ് ഈ തൊപ്പിയുണ്ട്. ഈ തൊപ്പി ഇവിടെ തുർക്കിഷിൽ ഇങ്ങനെ ഇത് ഓട്ടോമൻ തുർക്കിഷാണ്. ഓട്ടോമൻ തുർക്കിഷ് അറബി എഴുതുന്ന പോലെ എഴുതുക. എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ വായിക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ ജീവിതത്തിലുള്ള ചില നസീഹത്തുകളുണ്ടല്ലോ, ഉപദേശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിപ്പോയ ചില തെറ്റുകൾക്ക് മാപ്പ്, അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു പണ്ട്. ചില ആൾക്കാർ കവിത എഴുതിയേക്കും. അതായത് ജീവിതമൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്നത് വെറുതെയാണ്, മരിച്ചു കഴിഞ്ഞാലാണ് ദ റിയൽ വേൾഡൊക്കെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കാവ്യാത്മകമായിട്ട് എഴുതി വെക്കും. പക്ഷെ ഇപ്പം അങ്ങനത്തെ കൾച്ചറൊന്നുമില്ല. ഇപ്പം എല്ലാവരും പേരൊക്കെ എഴുതിയാണ് സിമ്പിളാക്കി പോകും. ഏതായാലും ഇതാണ് ഇവിടുത്തെ വിഷയങ്ങൾ. ഇവിടെ ഇത് കണ്ടോ, തുർക്കികളെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഇത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി വെക്കുന്നതാണ്. ഇവിടുത്തെ പക്ഷികളുണ്ടാവുമല്ലോ, അവർക്ക് തണുക്കുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാം. ഇവിടെ പട്ടി, പൂച്ച, ഈ ഓട്ടോമൻ എംപയറിൻ്റെ സമയത്ത് തന്നെ ഇങ്ങനെ പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇവിടെ ഈ നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കണ്ടില്ലേ മാർബിൾസ് ഇങ്ങനെ പതിച്ചിരിക്കണേ. ഇപ്പോൾ ഇസ്താംബൂളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാം, ഈ മാർബിളിൻ്റെ നടുവിൽ ചെറിയൊരു കുഴി ഉണ്ടാകും അവർ. അപ്പോൾ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും, വെള്ളയിൽ ഇങ്ങനെ കിടക്കും.
ഇപ്പോൾ ഈ പക്ഷികൾ വന്നുകൊണ്ട് ഈ വെള്ളം കുടിക്കുക. പക്ഷികളൊക്കെ മസ്ജിദിൻ്റെ പള്ളീൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ്. ഈ യൂറോപ്യൻസ് എന്താണ് ഒട്ടോമൻ തുർക്കിയിൽ വരുന്ന സമയത്ത് അവിടെ ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിച്ച ഒന്നാണ്. അതായത് ഈ ഒട്ടോമൻ തുർക്കികളെ യൂറോപ്യൻസ് കളിയാക്കിയിരുന്നു. അതായത് അവർ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കണ്ടിട്ട് അവരെന്ത് ചെയ്തിരുന്നു, കളിയാക്കിയിരുന്നു. അങ്ങനെയൊക്കെ ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര എവിഡൻ്റായിട്ട് കാണാം ഇതൊക്കെ. ഇവിടെ ഇങ്ങനെയൊക്കെ എന്താണ് മനുഷ്യന്മാർ അതേപോലെ തന്നെ അവർ സഹജീവികളോടും എങ്ങനെ പെരുമാറിയിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും. ഈ റൂമിൻ്റെ അടുത്ത് കുറേ മലയാളികൾ വന്ന് കണ്ട് സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ഭാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മലയാളികൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. റൂമിയ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വേൾഡ് ഫേമസ് ആണ് സൂഫിസത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇസ്ലാമിക് കൺട്രീസിൻ്റെ ക്യാപിറ്റൽ ഇൻ ദ സെൻസ് ഒരു സിംബോളിക് ക്യാപിറ്റലായിട്ട് കൊന്യ സിറ്റി മാറിയിരുന്നു കുറേ സമയത്ത്. അങ്ങനെയാണ്. പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻസ് ഉണ്ട് വേൾഡിൽ പല സിറ്റികൾ. അത് എസ്പെഷ്യലി നമ്മുടെ നാട്ടുകാരൊന്നും അങ്ങനത്തെ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതില്ല. ഇവർ ടൂറിസം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കുകയാണ്. അതായത് മുനിസിപ്പാലിറ്റികൾ തമ്മിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ കൾച്ചറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ കൊന്യ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും മിലാനോ അല്ലെങ്കിൽ വല്ല സ്പെയിനിലോ അല്ലെങ്കിൽ ലണ്ടനൊക്കെ ഉള്ള ഏതെങ്കിലും സിറ്റികളെ ഇവരിവിടെ അവതരിപ്പിക്കും. ഇവരുടെ സിറ്റിനെ അതേപോലെ അവിടെയും കൊണ്ട് അവതരിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ ആൾക്കാർക്കും ഇവിടുത്തെ ഓപ്ഷൻസൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ ഇന്ന് 2 ദിവസം മുന്നേ ഒരു പരിപാടി തുടങ്ങിയിരിക്കണം. ഇവിടെ മെഷീൻസ് ഉണ്ടല്ലോ, അഗ്രികൾച്ചറൽ മെഷീൻസ്. കൊന്യ അഗ്രികൾച്ചറിന് ഭയങ്കര പേര് കേട്ട സിറ്റിയാണ്. ഇവിടെ ഇഷ്ടംപോലെ മെഷീൻസ് പിന്നെ അതേപോലെ ഈ അഗ്രികൾച്ചറൽ ഐറ്റംസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റിയും കൂടിയാണ് കൊന്യ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇത് നടക്കുന്നുണ്ട്, ഫെയർ നടക്കുന്നുണ്ട്, ഒരു എക്സിബിഷൻ മോഡൽ അഗ്രികൾച്ചർ മെഷീൻസിൻ്റെ. ഞാൻ കുറച്ച് ഇന്ത്യക്കാരെ ട്രെയിനിൽ വരുമ്പോൾ കണ്ടിരുന്നു വന്ന്. അവർ ആ മെഷീൻ വാങ്ങാൻ വന്നാൽ അവർ പറയണത് ദ ബെസ്റ്റ് മെഷീൻ എന്നാണ് പറയുന്നത്. വലിയ പ്രൈസും ഇല്ല, പക്ഷേ മെഷീൻ നല്ല മെഷീനും കിട്ടും. എനിവേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അത് അങ്ങോട്ട് ഞങ്ങളെ വേറൊരു സമയത്ത് കൊണ്ടുപോകല്. ഞാൻ ആദ്യം ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ ആകെ സെക്യൂരിറ്റീസായിരുന്നു, ഇവിടെ ആകെ ചെക്കിങ്. ബാഗൊന്നും ഇപ്പം ഞാൻ ഒരു ബാഗൊക്കെ ഇട്ട് ഇറങ്ങണത് വേണ്ട, ഈ ബാഗൊന്നും ഈ മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് അങ്ങനെ കയറാൻ സമ്മതിച്ചിരുന്നു. ഏതായാലും കൊന്യ സിറ്റിൻ്റെ ഒരു ഐക്കോണിക് പോയിൻ്റ് കൂടിയാണ്, ലാൻഡ് മാർക്കും കൂടിയാണ് ഇത്. കൊന്യാന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പോൾ നമ്മുടെ കോഴിക്കോട്, നമ്മുടെ മലപ്പുറം, നമ്മുടെ നിലമ്പൂർ പറഞ്ഞാൽ അതേപോലത്തെ സംഭവമാണ്. ദ സിറ്റി ഓഫ് ഹേർട്സ് എന്നാണ് കൊന്യനെ പറയാറ്. ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്ന സിറ്റിയും കൂടിയാണ്. അതൊക്കെ സൂഫിസം ടേമുകളാണ് അതൊക്കെ. പിന്നെ മൗലാന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് കൊന്യയിൽ കൂടിയതാണ്. തുർക്കിക്കാർ തമാശക്ക് ഇങ്ങനെ പറയും, കൊന്യ ഭയങ്കര തുർക്കിയിലെ ഏറ്റവും വലിയ സിറ്റികളൊന്നാണ് കൊന്യ. അപ്പോൾ മൗലാന കൊന്യയിൽ വന്നിട്ട് പിന്നെ പോകാൻ വഴി അറിയാതെ കൊന്യ തന്നെ കൂടിയതാണെന്നൊക്കെ തമാശയായിട്ട് ഇങ്ങനെ പറയാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള സിറ്റി കൂടിയാണ് കൊന്യ. സൂഫിസം പ്രാക്ടീസ് ചെയ്യാൻ കുറേ വരും. പിന്നെ നമ്മൾ ഈ സിനിമയിൽ കണ്ടില്ലേ, ഒരാൾ ഈ തൊപ്പിട്ട് കണ്ട ആൾക്കാർ ഇങ്ങനെ കറങ്ങണത്, ആ കറങ്ങണത് ഈ ഭാഗത്ത് ഇവിടുന്ന് ഉണ്ടായതാണ്. ആ കറക്കം, ആ ഡെർവിഷ് സാധനങ്ങളൊക്കെ അതൊക്കെ ദൈവത്തിലേക്കുള്ള യാത്ര, അതൊക്കെയാണ് അത് സിംബോളൈസ് ചെയ്യുന്നത്. പിന്നെ മൗലാൻ്റെ സ്റ്റുഡൻസിൻ്റെ മൗലാൻ്റെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരെ ഖബറും കൂടി ഉണ്ട് ഇവിടെ. മൗലാന മാത്രമല്ല, പിന്നെ മൗലാൻ്റെ ഉസ്താദുണ്ട് ഷംസ് തബ്രീസ്, അതും ഇവിടെ തന്നെയാണ്. അത് ഞങ്ങളെ കൊണ്ടേ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഇപ്പം തന്നെ കുറച്ച് 14-15 മിനിറ്റായി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് ഇവിടെ തന്നെയാണ്. നല്ല ചെറിയൊരു പള്ളിയാണ്. മൗലാൻ്റെ അത്രയ്ക്ക് നോട്ടീസായി പോയില്ല. അതെ, ഷംസ് തബ്രീസ് അവർ പിന്നെ അതേമാതിരി അവർ തമ്മിലൊരു പ്രണയബന്ധമാണ്. അതായത് ഉസ്താദും ശിഷ്യനും തമ്മിൽ. അത് പിന്നെ USTNസിലും പിന്നെ അതേമാതിരി കുറേ ഇവരെ ഈ സൂഫിസം ഇതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ, അതിപ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ. പന കൊന്നു കഴിഞ്ഞാൽ 2 അഭിപ്രായമുള്ള ആൾക്കാർ. അതേപോലെ സൂഫിസം താല്പര്യമില്ലാത്ത ആൾക്കാർ അത് ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള റിലേഷനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തൽ തുടങ്ങി. അങ്ങനെ പല കോൺട്രാവേഴ്സി ടോപ്പിക്സുകൾ ഈ മൗലാനയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും സിയാറത്തിന് പോട്ടെ, ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം.
പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് ഭയങ്കര ഒരു സംഭവമാണ്. ഇവിടെ തെറി പറഞ്ഞ നടക്കുന്നുണ്ട്. ഇവിടെ മ്യൂസിയം ഉണ്ട്, മൗലാനയുടെ സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറേ ഡ്രസ്സുകൾ, അവരെ മെസ്നവി പുസ്തകമുണ്ട്. മെസ്നവി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇത് മെസ്നവി ഖാൻ, മെസ്നവിൻ്റെ ഒറിജിനൽ പീസ് കോപ്പി ഉണ്ടാകുന്നുള്ളത്. പിന്നെ പല ഈ നെയ്യ് എന്ന സാധനമുണ്ട്. ഈ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് നെയ്. ഇതിൻ്റെ നമ്മൾ ഫ്ലൂട്ടാണ്, തുർക്കിഷ് നെയ് എന്ന് പറയാം. അതല്ല, ഇവിടെ നെയ് വെച്ചു. അപ്പോൾ ഇത് പല എക്സ്പേർട്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മളെന്താ പറയുന്നത്, ഉസ്താദ് അലി ഖാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ഉസ്താദുമാരുണ്ടാവും ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഓരോ ഡിഫറെൻറ്റ് ഇതാണ് നെയ്സാണത്, ഫ്ലൂട്ടുകൾ. പിന്നെ ഇത് റബാബ് പറഞ്ഞ സാധനമാണ്. ഈ സാധനം നമ്മളെ ഗിറ്റാർ പോലെ, പിന്നെ സിത്താറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ സാധനങ്ങളാണ്. പിന്നെ ഡ്രംസ്, ദഫ്, കുദൂം ജ്വല്ലർ, കുദൂം എന്ന് പറയും ഈ സാധനത്തിന്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൂടെ ഉണ്ട്. ഏതായാലും നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കാണണം. പിന്നെ ഈ വാട്ടർ സ്ട്രക്ചർ കണ്ടങ്ങളെ, ഇത് ഞാൻ പോണ സമയത്ത് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഓഫാക്കി ഇട്ടിക്കണോ. ഇത് ഭയങ്കര ഒരു ആർട്ടാണത്, ജീവിതത്തെ കാണിക്കണ ഒരു സിംബലൈസേഷൻ ആണത്. ഇതൊക്കെ ഭയങ്കര ചിന്താവഹമായ ആർട്ടുകളാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സാധനം ഉണ്ടാക്കി പോകാന്നല്ലാതെ ഇതിനെ ഭയങ്കര മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണം. അതായത് ഇത് നമ്മൾ ദുനിയാവിലേക്ക്, അതായത് ഭൂമിയിലേക്ക് വരിക. ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ജീവിക്കും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദോസ്ത്, അതായത് നമ്മൾ കല്യാണം കഴിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക, ഇവിടെ സുഹൃത്ത്, ജീവിത സുഹൃത്ത് എന്നൊക്കെ പറയുന്ന ആളെ കണ്ടെത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അവരോടൊക്കെ കൂടിയിട്ട് നമ്മൾ 3 പേരാവും. അതായത് നമുക്കൊരു കുട്ടി ഉണ്ടാവും. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് ഈ ഇസ്ലാമിക് ഇവിടുത്തെ ഒരു കൾച്ചർ പ്രകാരം അവർ കല്യാണം കഴിച്ച് വേറെ പോകും. പിന്നെ നമ്മൾ വീണ്ടും ഭാര്യയും ഭർത്താവും ഒറ്റക്കാവും. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ എന്ത് ചെയ്യും, ഒരുമിച്ച് എല്ലാവരും മരിക്കും ഇവിടെ. അതായത് എല്ലാവരും ഒരേ സ്ഥലത്തേക്കാണ് പിന്നെ തിരിച്ചു പോവുക. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ മൗലാനയെ കുറിച്ചുള്ള പല പല പാട്ടുകളും ബെയ്ത്തുകളും, പിന്നെ അതേപോലെ ഈ നെയ്യിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. പിന്നെ അവിടെ കുറേ സൂഫികൾ വരും ഇവിടെ. എന്നിട്ട് അവരെ പെർഫോമൻസാണ്. ചില ആൾക്കാർ ഇങ്ങനെ കറങ്ങും, ചില ആൾക്കാർ ഈ നെയ്യാന്ന സാധനം വായിച്ചുകൊണ്ട് നിൽക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ദേ ഹാവ് മെയിൻറ്റെയിൻഡ് ദീസ് പ്ലേസസ്. ഇതൊക്കെ രാത്രി വെള്ളം കുടിക്കണ പാത്രം, അങ്ങനത്തെ ഓരോ ഐറ്റംസാണ്. യാ ഹളർത്ത് മൗലാന എന്ന് പറഞ്ഞുകൂടെ. എൻ്റെ മോനെ യജ്ജതി പുക പോയതിപ്പോൾ. അത് തുർക്കിൽ ദിസ്ലാർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബറ്റാലിയൻ ഉണ്ട്, അവരതാണ് തോന്നുന്നുണ്ട്. പിന്നെ സോളോ തുർക്കുണ്ട്. സോളോ തുർക്ക് എന്നാൽ അത് ഒറ്റയ്ക്കുള്ള പെർഫോമൻസ് ആക്കാൻ അടിപൊളി സംഭവമാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ഇവിടെ ചെന്നൈയിലുണ്ടായിരുന്നു, അതേപോലത്തെ ഒരു സംഭവമാണത്. ഇവിടെ ഈ പഴയവരെ ഇതുണ്ടല്ലോ, സൂഫിസം പ്രാക്ടീസിങ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു. അപ്പം നമുക്കിങ്ങനെ കാണാം അവർ ഭക്ഷണം ഉണ്ടാക്കിയതും. അവർ ഭക്ഷണം കഴിക്കണ ഒരു സിസ്റ്റമാണത്. അതായത് മൗലവി തീൻ മേശ എന്നാണ് ഇതിൻ്റെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ. അവനിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഇവരാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത്. ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുള്ളേ. കറക്റ്റ് തുർക്കിക്കാരെ കളർ തന്നെ. അതിൻ്റെ മൂക്കൊക്കെ നോക്കി. ഇതാണ് സെമ. ഈ കറക്കത്തിനാണ് സെമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊന്നിയിൽ നിന്നാണ് ഉത്ഭവിച്ചത്.
അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. കുഞ്ഞിൽ നിന്ന് ഉത്ഭവിച്ച ഒരു മനോഹരമായൊരു ആർട്ട്, ഇസ്ലാമിക് ആർട്ട് ഫോമാണ്. പിന്നെ ഒരു ഗ്ലോബലി അക്സെപ്റ്റൻസ് കിട്ടിയോണ്ട് എന്താണ് എല്ലാവർക്കും അറിയാം. അപ്പം നാട്ടിലും സിനിമയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ മൗലാൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ മക്ബറൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ പറയുന്നത് ഫാത്തിമ ഹാത്തൂൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു എന്താണ് കരമാൻ ഏരിയ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ തിരുക്കൊച്ചി എന്നൊക്കെ പറയില്ല പണ്ട്, അതേപോലെ കരമാൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടുത്തെ രാജാവിൻ്റെ, അതായത് പാഷ എന്ന് പറയും, മുറാദ് പാഷ, അയാളെ എന്താണ് മകളെ ടോംബാണ് ഇതിനുള്ളിൽ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കാണ് സാധനം. നാട്ടിൽ പഴയ സ്രാബി പള്ളിയിലൊക്കെ പോയൊരു ഫീലില്ല ഇവിടെ. ഇതാണ് ആ ഒരു ടോംബ്. മരമാണ് ഇവിടെ. ഇന്ന് ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ വീട് വാമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം കൊന്നെന്ന് പറഞ്ഞാൽ -20 ഒക്കെ വരുന്ന സമയമുണ്ട്. ഞാൻ വന്ന സമയത്ത് -20 ഒക്കെ കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഇറാൻ, പിന്നെ കൊറിയ, ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ഇതാണ് എൻട്രൻസ്. ഈ സാധനം അന്നും ഫ്രീ ആണ്, ഇന്നും ഫ്രീ ആണ്. എല്ലാവരും ഇത് ഘട്ടത്തിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. പഴയ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ ഖുർആൻ ഓതുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. പണ്ട് ഭയങ്കര ഹളറത്ത് മൗലാന എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരുന്നു ഇവിടെ. എല്ലായിടത്തും നല്ല കാർപ്പറ്റൊക്കെ വിരിച്ച് ഭയങ്കര ഭംഗിയിൽ സൂക്ഷിച്ചു വെച്ചു. ഇവിടെ എന്താ പറയുക, മെസ്നവിൻ്റെ ഉള്ളിലെ ഒരു 18 ബൈത്തുകളാണ് എഴുതി വെച്ചിരുന്നത്. ദുഷിക്കായത് എത്മദാൻ ഹെർ ആൻ ബൂ നെയ്, ഞാൻ ബൂ നെയ് സൗണ്ട്, പരാതികൾ പറയാതെ നിങ്ങൾ കേൾക്കും. ദർക്കി ഫെരിയാദും ലെറ്റർ ഭയങ്കര ഇടങ്ങേറ വായിക്കും. ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ, ധ്യാനത്തിലേക്ക് പോകും. ഇവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഫോട്ടോ ഒക്കെ ആക്രാന്തം കൂടും. ഞാനും ആക്രാന്തിക്കട്ടെ. ഇതാണ് മൗലാന റൂമിൻ്റെ ടോപ്പ്. ഇതാണ് അദ്ദേഹം കിടക്കുന്നത്. ഇതിൻ്റെ മേലെ ഓരോ ഡിസൈൻസൊക്കെ ചെയ്ത് വെച്ചുണ്ടോ, നല്ലൊരു ആർട്ട് വർക്കാണ്. ഇതിൽ അള്ളാൻ്റെയും പ്രവാചകൻ്റെ ഒക്കെ പേരൊക്കെ എഴുതി ഭംഗിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലെ റൂമിൻ്റെ ഉടുപ്പുകൾ, ലോകത്തിലെ ഏറ്റവും ചെറിയ ചെറിയ ഖുറാന്, പിന്നെ കൈ കൊണ്ട് എഴുതിണ്ടാക്കിയ ഖുറാന്, അങ്ങനെ ഓട്ടോമൻസിൻ്റെയും സെൽജുക്ക് ടൈമിലുള്ള കുറേ ഐറ്റംസുകൾ കാണാം അതിൻ്റെ ഉള്ളിൽ. നമുക്ക് വെള്ളം റിമൂവ് ചെയ്തിട്ട് അതൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസം വിസിറ്റ് ചെയ്യുന്ന ഒരു ടോംബ് കൂടിയാണ് നമ്മുടെ റൂമിൻ്റെ ടോപ്പ്. റൂം ശരിക്കും അഫ്ഗാനിസ്ഥാനിലുള്ള ബൾക്ക് എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് നിന്ന് ഈ ജംഗീസ് ഖാൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങോട്ട് റെഫ്യൂജി ആയിട്ട്, അഭയാർത്ഥിയായിട്ട് വന്നതാണ് ഫാമിലിയോട് കൂടെ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇവിടെ കരാമ നാളത്തെ പറഞ്ഞ സ്ഥലത്ത് മരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ ഈ സെൽജുക്ക്
എന്താണ് രാജാക്കന്മാർ ഇവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഇവർ കൊന്നിയിൽ വരുന്നത്. കൊന്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സെൽജുക്ക് എംപയറിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നാൽ പോലും ഇങ്ങനെ പിന്നീട് അത് ഭയങ്കര ടൂറിസം ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ ആയത്. പിന്നെ ഈ മസ്നവി എന്ന് പറഞ്ഞൊരു വലിയൊരു പുസ്തകമുണ്ട്. അതൊരു ഭയങ്കര പോയാണ്. എന്താണ് ദൈവത്തിലേക്കുള്ള യാത്രകളൊക്കെ, പിന്നെ ദൈവത്തോടുള്ള സ്നേഹം, മൊഹബത്ത്, അഷ്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിൽ മെൻഷൻ ചെയ്യണത്. തണുത്തിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ എന്താണ് മൂപ്പരെ പോയംസ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? പിന്നെ കൂടുതൽ പോയംസും പേർഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയത്. കാരണം അഫ്ഗാനിസ്ഥാൻ്റെ ലാംഗ്വേജ് പേർഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം പേർഷ്യനാണ് സംസാരിച്ചിരുന്നത്. പിന്നെ പേർഷ്യൻ ലാംഗ്വേജ് ഉൾപ്പെടെ അദ്ദേഹത്തിന് വേറെ 3 ലാംഗ്വേജും കൂടി അറിയായിരുന്നു. ഒന്ന് അറബിക്കായിരുന്നു, പിന്നെ തുർക്കിഷ് ഉണ്ടായിരുന്നു, പിന്നെ അതായത് ഓട്ടോമൻ തുർക്കിഷ്. ഇപ്പോഴത്തെ തുർക്കിഷും ഓട്ടോമൻ തുർക്കിഷും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് യുനാനിസ്ഥാൻ, അതായത് ഗ്രീക്ക് ലാംഗ്വേജും കൂടെ അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ 4 ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ മെയിൻലി പോയംസും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ കൂടുതലും ഈ പേർഷ്യൻ ലാംഗ്വേജിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് കാണും. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മളെ സി ഹംസ സാഹിബുണ്ട്, എൻ്റെ അധ്യാപനം കൂടിയാണ്. അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം ഹംസ സാഹിബാണ് പേർഷ്യൻ ലാംഗ്വേജ് ഭയങ്കര എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളും കൂടിയാണ്. എൻ്റെ കോളേജിൽ എൻ്റെ അധ്യാപനം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയുണ്ട്. പിന്നെ നമ്മൾ പല സുഹൃത്തുക്കളും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഇത് മൗലാനയെ കുറിച്ച് ഒരുപാട് ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയതൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ കാണാവുന്നതാണ്. ഏതായാലും ഇതാണ് മൗലാന ജലാലുദ്ദീൻ റൂമിൻ്റെ ടോംബ് ആയിട്ട് വരുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്കിവിടെ ഭയങ്കര ഉഷാറായിട്ട് കറക്കി തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം, കോൺടാക്ട് ചെയ്യാവുന്നതുണ്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ ടോം. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട്. ഇവിടെ ഞങ്ങൾ പെരുന്നാളൊക്കെ നിസ്കരിക്കാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ പെരുന്നാൾ 27 രാവൊക്കെ വന്നു കഴിഞ്ഞാൽ, ലൈലത്തുൽ ഖദ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് നിറയും. ഇവിടെ അടിപൊളിയാണ്. ആരാടത്? കാരണം ജോസ് പ്രകാശ് കളിക്കണം. ജോസ് പ്രകാശാണ് കൊണ്ടുകൊടുത്ത ഈ ഏരിയയിലെ എല്ലാം മിസ്റ്റർ മുതല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകണമുണ്ട്. നിസ്കാരം തുടങ്ങിക്കണേ. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോട്ടെ. ഇവിടെ ബാങ്ക് ഇപ്പോൾ കൊടുക്കണം. ഇവിടെ ഇക്കാമത്ത് കൊടുക്കുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കി പോരേണ്ടി വരും. ഇവിടെ നിന്ന് ഒന്നുണ്ടാക്കി കഴിഞ്ഞാലേ സീൻ കോൺട്രാണ് ഇവിടെ. പള്ളീൻ്റെ ഉള്ളിൽ കൂടെ കാണിച്ചു തരാം. ഭയങ്കര മനോഹരമായിട്ടുള്ള അടിപൊളി പള്ളിയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് നിസ്കരിക്കും. ഇവിടെ ഭയങ്കര ഒരു ഇതാണ്, ഒരു എന്താ പറയുക, ഇവിടെ ഇതിനുള്ള കയറി കഴിഞ്ഞാൽ ഈമാനൊരു 100% ഒരു ഒറ്റ കയറ്റം കയറും. അങ്ങനത്തെ ഒരു പള്ളിയും കൂടിയാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിരിക്കണം. പിന്നെ ഇവിടുത്തെ ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ട്രെയിൻ ചെയ്ത ആൾക്കാരോ. ഞാൻ തുർക്കിയിൽ അത് ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. ആമീൻ. ഒരു ഫ്രണ്ട് വരാറുണ്ട്, അപ്പോൾ അവനെ കാണുന്നത്. ഈ ചെറുപ്പം അടിപൊളിയല്ലേ? ഇതിൻ്റെ മേലെന്നാണ് ഈ കമത്ത് കൊടുക്കുന്നത്. കമത്ത് കഴിയാൻ നേരമില്ല, അപ്പോൾ നിസ്കാരം തുടങ്ങി. ഇവിടെ ഹനഫിയാണ് കൂടുതൽ. ഏതാണ് ഞാൻ നിസ്കരിക്കട്ടെ.